ഇനി ഞാൻ ചട്നി പൗഡർ അല്ലെങ്കിൽ ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനെ പല പേരുകളും പലരും പറയാറുണ്ട്. ഞാനിന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക്, ഉഴുന്ന്, അരി, പരിപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പലരും പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. മുതിര, പുളി, അങ്ങനെ പലതും കാണാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ രീതിക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. എനിക്ക് വേണ്ട സാധനങ്ങൾ ചുവന്ന മുളക്, പരിപ്പ്, കറിവേപ്പില, സാദാ അരി, ഉഴുന്ന്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ പാന് ചൂടാക്കാൻ വയ്ക്കുകയാണ്. പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത്രയും സാധനങ്ങൾ, അതായത് മുളക്, കറിവേപ്പില, അരി, ഉഴുന്ന്, പരിപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് റെഡ് കളർ ആവുന്നവരെ ഇളക്കണം. നന്നായിട്ടത് ചൂടാക്കണം. കണ്ടോ കളർ മാറുന്ന നല്ല ചേഞ്ച് വരുന്നുണ്ട്. ഈ റെഡ് കളറൊക്കെ ആയി. ഉപ്പും കൂടി ചേർക്കണം. എന്തായാലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉഴുന്നിൻ്റെയും അരിയുടെയൊക്കെ ആ ഒരു റെഡ് കളർ ആയതിൻ്റെയൊക്കെ മൂത്തതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണേ. ദോശപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സിമ്പിൾ പരിപാടിയാണ് പൊടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നതാണ്. ദോശപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അത് ഇട്ട് വയ്ക്കാനുള്ള പാത്രം ഇല്ലയെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനും പാർവണിയും കൂടി പുറത്തൊക്കെ പോയി ഒരു അടിപൊളി പാത്രമൊക്കെ വാങ്ങി വന്നു. ഇനി ഇത് പൊടി ഇതിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഇന്ന് രാത്രി പൊടിയും കൂട്ടി ദോശ വയ്ക്കണം. ഞാൻ ജാറിലാക്കി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ദോശപ്പൊടി. ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കണം. എന്തായാലും കുഴപ്പമില്ല, കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്.